കേരളത്തിന്റെ കാർഷിക മേഖലയിൽ ഇനിയുള്ളത് കാർഷിക ഉൽപ്പന്ന സംസ്കരണത്തിന്റെയും മൂല്യവർദ്ധനവിന്റെയും യുഗമാണ്. നമ്മുടെ സംസ്ഥാനത്ത് കാർഷിക രംഗത്ത് മൂല്യവർദ്ധനവിനും വൈവിധ്യവൽക്കരണത്തിനും അനന്ത സാധ്യതകളാണുള്ളത്. കാർഷിക വ്യാപാര മേഖലയിൽ യുവജനങ്ങളെയും കർഷകരെയും ആകർഷിച്ച് നല്ല വരുമാനം ഉറപ്പുവരുത്തുന്നതിനും വിപണന മേഖലയിലെ പ്രതിസന്ധി മറികടക്കുന്നതിനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിപുലമായ പദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നത്. പുതുസംരംഭകർക്കും കർഷകർക്കും യുവാക്കൾക്കും കാർഷികോൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവിനെക്കുറിച്ചുള്ള അറിവും പ്രോത്സാഹനവും ഏകജാലക സംവിധാനത്തിലൂടെ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വൈഗ 2016 എന്ന അന്തർദേശീയ ശില്പശാലയും പ്രദർശനവും ഇക്കഴിഞ്ഞ ഡിസംബർ 1 മുതൽ 5 വരെ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചത്. കേരളത്തിലെ ഒരു കാർഷിക മേഖലയിൽ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഉണ്ടാവണമെങ്കിൽ, ഒരു സുസ്ഥിര വികസനം ഉണ്ടാവണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ട. ഒന്ന്, ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കണം, ഇത് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കണം. അതോടൊപ്പം തന്നെ ഈ കാർഷിക ഉൽപ്പാദന രംഗത്ത് അതിൻ്റെ ഒരു നല്ല ശതമാനം ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ഇൻഡസ്ട്രി വികസിക്കണം. ഇത് രണ്ടുണ്ടെങ്കിൽ മാത്രമാണ് കൃഷിക്കാരന് ന്യായമായ വില കിട്ടാനും ഇതൊരു സുസ്ഥിര വികസനം ഉണ്ടാവാൻ സാധിക്കുന്നത്. ഉൽപ്പന്ന നിർമ്മാണം, യന്ത്രസാമഗ്രികൾ, സാമ്പത്തിക സഹായം, വിപണന മാർഗങ്ങൾ, പാക്കേജിംഗ്, ലൈസൻസിംഗ്, സർട്ടിഫിക്കേഷൻ തുടങ്ങി ഉൽപ്പന്ന നിർമ്മാണ വിപണന ശൃംഖലയിലെ എല്ലാ ഘട്ടങ്ങളെക്കുറിച്ചുമുള്ള ശരിയായ അവബോധവും ആത്മവിശ്വാസവും സംരംഭകർക്കും കർഷകർക്കും ഒരുപോലെ പകർന്നു നൽകുന്നതായിരുന്നു വൈഗ 2016 എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ട വാല്യൂ അഡീഷൻ ഫോർ ഇൻകം ജനറേഷൻ ഇൻ അഗ്രികൾച്ചർ. മൂല്യവർദ്ധന മേഖലയിൽ സംരംഭങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഒരു സുവർണ അവസരമായി മാറി. മലയാളികളായ കർഷകർക്ക് ദീർഘനാളായി അവർ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരു വലിയ ആഗ്രഹ സാക്ഷാത്കാരത്തിൻ്റെ വേദിയാണ് ഇന്ന് കനകക്കുന്നും പരിസരവും. കാരണം തൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് പലപ്പോഴും ന്യായമായ വില കിട്ടാതെ ആശങ്കപ്പെടുന്ന കർഷകന് ആ കാർഷികോൽപ്പന്നങ്ങളിൽ നിന്ന് 5-10 ഇരട്ടി വില ലഭിക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി തൻ്റെ ഉൽപ്പന്നങ്ങളെ മാറ്റിക്കൊണ്ട് ഉള്ള സാങ്കേതിക വിദ്യ എങ്ങനെ സ്വായത്തമാക്കാം, അതെങ്ങനെ പ്രായോഗികമാക്കാം, അതെങ്ങനെ പ്രായോഗിക തലത്തിലെത്തി കൂടുതൽ വരുമാനം നേടാം, കൂടുതൽ മാന്യമായൊരു ജീവിത വൃത്തി അതുകൊണ്ടുണ്ടാക്കാം തുടങ്ങിയ കാര്യങ്ങൾ വളരെ സജീവമായി ചർച്ച ചെയ്യുന്നൊരു വേദിയാണ് ഈ പ്രദർശന നഗരിയും സെമിനാർ ഹാളും. റെഡിമെയ്ഡ് പരിഹാര വേദിയായി മാറുകയാണ് ഈ ശില്പശാലയുടെ അരങ്ങ് എന്ന് പറയുവാൻ അതിയായ സന്തോഷമുണ്ട്. കേരള ഗവർണർ റിട്ടയർഡ് ജസ്റ്റിസ് പി സദാശിവം വൈഗ ഉദ്ഘാടനം ചെയ്തു. All of us are aware that nowadays people in Kerala very much depend on our neighboring states for vegetables, fruits, even for rice. In fact, our transition from producer state to consumer state was the saddest development in recent years. But I am happy that the government has taken a very serious view of this situation and introduced many schemes to promote agriculture, thereby food production in the state. ചടങ്ങിൽ മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, കാർഷികോൽപാദന കമ്മീഷണർ ശ്രീ രാജു നാരായണ സ്വാമി, കൃഷി ഡയറക്ടർ ശ്രീ ബിജു പ്രഭാകർ തുടങ്ങി പ്രമുഖർ പങ്കെടുത്തു. കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ അധ്യക്ഷനായിരുന്നു. കേരളത്തിന് പലപ്പോഴും അന്യം നിന്ന് പോകുന്നുണ്ടോ എന്ന് സംശയിക്കുന്ന ഒരു കാർഷിക സംസ്കാരം ഈ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, അതാണ് യഥാർത്ഥത്തിൽ ഈ ശില്പശാലയുടെയും പ്രദർശനത്തിൻ്റെയും ആത്യന്തികമായ ലക്ഷ്യം. വൈഗ എന്ന് പറയുന്ന ഈ പ്രദർശനവും ശില്പശാലയും 2 കാര്യങ്ങളിലാണ് പ്രധാനമായും ഫോക്കസ് ചെയ്തത്. ഒന്ന് കാർഷികോൽപ്പന്ന സംസ്കരണം, 2 മൂല്യവർദ്ധനം.
കാർഷികക്ഷേമ വകുപ്പിന് 2 ലക്ഷ്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, കേരളത്തിൽ ആവശ്യമായിട്ടുള്ള ഒന്നുമില്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ എത്തിക്കുക. അതുപോലെ തന്നെ കർഷകന് ആവശ്യമായിട്ടുള്ള വരുമാനം എത്തിക്കുക. ഈ 2 ലക്ഷ്യങ്ങൾ ആ ലക്ഷ്യപ്രാപ്തിയിൽ എത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വളരെയധികം ദൂരം പോകണം. ആവശ്യമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അതിന് ആവശ്യമായിട്ടുള്ള മൂല്യവർദ്ധനവ് കൊടുത്താൽ മാത്രമേ കർഷകന് ആവശ്യമായിട്ടുള്ള വരുമാനം ലഭിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ളൊരു ചിന്താഗതിയിൽ നിന്നാണ് വൈഗ എന്നുള്ളൊരു വർക്ക്ഷോപ്പ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഇതിൽ ഏതൊക്കെ രീതിയിൽ മൂല്യവർദ്ധനവ് ഉണ്ടാക്കാൻ സാധിക്കും, നമുക്ക് ഏതൊക്കെ രീതിയിൽ അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജി ഉണ്ട്, ഈ ടെക്നോളജി കർഷകർക്കും ഈ രംഗത്ത് പുതുതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കും ഫലപ്രദമായിട്ട് ഒരുപക്ഷെ അന്താരാഷ്ട്ര മാർക്കറ്റിനെ ലക്ഷ്യമിട്ട് എങ്ങനെ കൊണ്ടുവരാം, ഇത് നമ്മുടെ കർഷകരെയും നമ്മുടെ യുവ സംരംഭകരെയും പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് വാല്യൂ അഡീഷൻ വർക്ക്ഷോപ്പ് എന്നുള്ള നിലയിൽ വൈഗ 2016 ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ശില്പശാലയിൽ ഏഷ്യ പസഫിക് കോക്കനട്ട് കമ്മ്യൂണിറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ യൂറോൺ എൻ സലം, ഇന്തോനേഷ്യയിൽ നിന്നുള്ള മരിക്കോൺ കമ്പനി പ്രതിനിധി ശശികുമാർ, സിംഗപ്പൂരിൽ നിന്നുള്ള ടെട്രാപാക് സൗത്ത് ഈസ്റ്റ് ഏഷ്യ ലിമിറ്റഡ് മാനേജർ ഹേമന്ത് ദൊലാക്കിയ, ഇന്തോനേഷ്യയിൽ നിന്നുള്ള വൈക്കോ ബാഗ്യോസ് കമ്പനിയെ പ്രതിനിധീകരിച്ച് ശ്രീ അനാസ് അഹമ്മദ് തുടങ്ങി പ്രമുഖരും കാർഷിക വിദഗ്ധരും പങ്കെടുത്തു. സർക്കാർ തലത്തിൽ സാങ്കേതിക വിദ്യാദാതാക്കളായിട്ടുള്ള സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ, ഹോർട്ടികോർപ്പ്, ജൈവ വൈവിധ്യ ബോർഡ്, നാളികേര വികസന ബോർഡ്, കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ, VFPCK, കിൻഫ്ര തുടങ്ങിയവയും പൊതുമേഖലാ സ്ഥാപനങ്ങളെ പ്രതിനിധീകരിച്ച് കേരഫഡ്, പ്ലാന്റേഷൻ കോർപ്പറേഷൻ, സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ, കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ, ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ്, കേന്ദ്ര സംസ്ഥാന കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, കാർഷിക സംഘടനകൾ, കർഷക സഹകരണ സംഘങ്ങൾ എന്നിവയുടെ 160-ൽ പരം സ്റ്റാളുകൾ ഒരുക്കിയിരുന്നു. പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ച് നാളികേരം, നെല്ല്, സുഗന്ധവ്യഞ്ജനങ്ങൾ, പച്ചക്കറി തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിന് ശരിക്കുള്ള വില കിട്ടാതെ അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥയാണ് നമുക്ക് വരുന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ചക്ക, വളരെയധികം ചക്ക നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷേ ചക്കയുടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാതെ വളരെയധികം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. നെല്ലിൻ്റെ കാര്യത്തിലായാലും വളരെയധികം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് വാല്യൂ അഡീഷൻ സംസ്കരിച്ച് ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് വളരെയധികം നഷ്ടം കൃഷിക്കാർക്കുണ്ടാകുന്നു. ഉൽപ്പാദന ചെലവിൻ്റെ അനുസരിച്ച് നമുക്കതിന് ലാഭം കിട്ടുന്നില്ല. തേങ്ങയുടെ കാര്യത്തിലായാലും തേങ്ങയുടെ വിവിധ ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉണ്ടാക്കാമെങ്കിലും നമ്മൾ നാളികേരത്തിൻ്റെ വെളിച്ചെണ്ണ മാത്രമാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ആ വെളിച്ചെണ്ണയിലൂടെ വളരെയധികം വില കൃഷിക്കാർക്ക് കിട്ടാൻ കഴിയുന്നില്ല. പച്ചക്കറിയുടെ കാര്യത്തിലായാലും വളരെയധികം നഷ്ടം കൃഷിക്കാർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെല്ലാത്തിനും കൂടി നമ്മുടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ശരിക്കുള്ള വില കിട്ടാൻ വേണ്ടിയിട്ട് കൃഷിക്കാർക്ക് അവരുടെ ഉൽപ്പാദന ചെലവിൻ്റെ 1% അവർക്ക് ലാഭമായിട്ട് കിട്ടുന്ന എന്നുള്ള രീതിയിലാണ് ഒരു ഉൽപ്പന്നങ്ങളെല്ലാം കൂടെ നമ്മൾ സംസ്കരിച്ച് ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും യന്ത്രങ്ങളുടെയും സ്വകാര്യ നിർമ്മാണ കമ്പനികൾ, വേൾഡ് മില്ലറ്റ് ഫൗണ്ടേഷൻ, ജാക്ക് ഫ്രൂട്ട് പ്രൊമോഷൻ കൺസോർഷ്യം, പ്രകാശ് ഗ്രാം സ്പൈസസ് ഫാമേഴ്സ് സൊസൈറ്റി, പാലക്കാട് കോക്കനട്ട് പ്രൊഡ്യൂസർ കമ്പനി, പീപ്പിൾസ് സർവീസ് സൊസൈറ്റി, കണ്ണൂർ റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി, ഖാദി ഗ്രാം, മഹാരാജ എക്കോ പ്രോഡക്ട്സ്, ബനാന ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി, എക്സ് സർവീസ്മെൻ കമ്പനി ലിമിറ്റഡ്, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എപ്പിക്കൾച്ചർ, സ്വാഭിമാൻ ഫാമേഴ്സ് ഗ്രൂപ്പ് തുടങ്ങിയവരും സ്റ്റാളുകൾ സജ്ജമാക്കിയിരുന്നു. കേരളത്തിന്റെ തനത് ഉൽപ്പന്നങ്ങളായ ചക്ക, നാളികേരം, കിഴങ്ങുവർഗ്ഗങ്ങൾ, നെല്ലിനങ്ങൾ, ജൈവ കാർഷിക ഉൽപ്പന്നങ്ങൾ, തേൻ, കൂൺ, സുഗന്ധവ്യഞ്ജനങ്ങൾ, പഴം, പച്ചക്കറി വർഗ്ഗങ്ങൾ, പ്രകൃതിദത്ത നാരിനങ്ങൾ എന്നിവയും കാർഷിക കൂട്ടായ്മകൾ വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യകളും യന്ത്രസാമഗ്രികളും ഉൽപ്പന്നങ്ങളും, അതുപോലെ ഡിപ്പാർട്ട്മെന്റ് ഫാമുകളിൽ വികസിപ്പിച്ചെടുത്ത ഉൽപ്പന്നങ്ങളും കാർഷിക വിപണിയുടെ അനന്ത സാധ്യതകളിലേക്കാണ് വാതിൽ തുറന്നത്. കേരള ഉൽപ്പന്നങ്ങൾക്ക് മാത്രമായി വിപുലമായ ഒരു പ്രദർശനം സജ്ജീകരിച്ചിരുന്നു.
ചക്കയുടെ പോഷക ഗുണങ്ങളെപ്പറ്റിയും ഔഷധ ഗുണങ്ങളെപ്പറ്റിയും ഏറെ അറിയാമെങ്കിലും അവയെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാൻ ചിലർ മടിക്കുന്നു. രാസപദാർത്ഥങ്ങളും കൃത്രിമ നിറങ്ങളും ചേർത്ത് വിപണി കീഴടക്കുന്ന പാനീയങ്ങൾക്കു പകരം ജൈവഫലമായ ചക്കപ്പഴത്തിൽ നിന്നും നിരവധി ആരോഗ്യ പാനീയങ്ങളും ചക്ക ഐസ്ക്രീം, സ്ക്വാഷ് തുടങ്ങിയവയും ഉണ്ടാക്കാമെന്ന് എത്ര പേർക്കറിയാം? കേരളത്തിലെ 14 ജില്ലകളിലുമുള്ള ചക്കയുടെ സംരംഭകർക്ക് വേണ്ടി ഒരു സംഘടന രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രസിഡന്റ് കൂടിയാണ്. നല്ല രീതിയിലായിട്ട് പ്രവർത്തിച്ചു പോകുന്ന ഒരു 22ഓളം സംരംഭകർ ഈ സംഘടനയിലുണ്ട്. ചക്ക പാഴായി പോകാതെ സൂക്ഷിക്കുക എന്നുള്ളതും ചക്കയുടെ ആരോഗ്യപരമായ ഗുണങ്ങൾ മനുഷ്യന് കിട്ടുക എന്നതും അതിനേക്കാളുപരി അധിക വരുമാനം എന്നിത്രയുമാണ് നമ്മൾ ഈ സംഘടന കൊണ്ട് ഉദ്ദേശിച്ചതും സംരംഭകർക്ക് വേണ്ടി ചെയ്യാൻ തുടങ്ങിയതും. പല രീതിയിലുള്ള ഔഷധ മൂല്യങ്ങളും പോഷക ഗുണങ്ങളും കൊണ്ട് സമ്പന്നമായ ചക്ക സീസണലായ ഒരു ഫലമാണ്. 6 മാസം നമുക്ക് കിട്ടുന്നു. ആ സീസണലായ ഫലത്തെ ഓൾ സീസണാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് നമ്മൾ മൂല്യവർധന നടത്തിക്കൊണ്ട് വരുന്നത്. മൂല്യവർധന എന്ന് പറയുമ്പോൾ ചക്കയിൽ നിന്ന് ഏതാണ്ട് ഒരു 100ഓളം വിഭവങ്ങൾ നമുക്ക് വിപണിയിൽ എത്തിക്കാനുണ്ട്. ഞങ്ങളുടെ 22 സംരംഭകർ കൂടി ചേർന്നാൽ ഒരു 100ഓളം വിഭവങ്ങൾ ഇന്ന് വിപണിയിൽ എത്തുന്നുണ്ട്. ഈ വർഷം തന്നെ 6ഓളം ജാക്ക് ഫെസ്റ്റ് നമ്മൾ നടത്തി സംരംഭകരുടെ പ്രോഡക്റ്റുകൾ യഥേഷ്ടം വിറ്റഴിക്കാനൊരു സഹായമായി. എന്നതിലുപരി ആളുകൾക്ക് ഇത് ബോധവൽക്കരണം നടത്താൻ കൂടി കഴിഞ്ഞു. ഞങ്ങളുടെ ഫുഡ് കോർട്ടുകളിൽ കുടുംബശ്രീയിലെ സ്ത്രീകളെ പങ്കെടുപ്പിച്ച് ട്രെയിനിങ് കൊടുത്ത് അവരെ കൊണ്ട് തന്നെ വിഭവങ്ങൾ വെപ്പിച്ച് 3 നേരവും വിളമ്പി ആളുകൾക്ക് കൊടുക്കുകയും ഒരിക്കൽ പോലും അത് തികയാതെ വരുന്നൊരവസ്ഥയും ഉണ്ടായിട്ടുണ്ട്, പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിൽ. അങ്ങനെ ഇന്ന് ഇത്രയും ഗുണമേറിയ ഒരു ഫലം നശിപ്പിച്ച് കളയാൻ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും വളരെയധികം ശ്രദ്ധിക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു അനന്ത സാധ്യതകളുള്ളൊരു ഫലമാണ് ചക്ക. പത്ത് കിലോ തൂക്കമുള്ള ഒരു ചക്കയിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വഴി 750 രൂപയോളം വരുമാനം നേടിത്തരുന്നതിനുള്ള സാങ്കേതിക വിദ്യകൾ പത്തനംതിട്ട ജില്ലയിലെ കൃഷി വിജ്ഞാന കേന്ദ്രം സന്ദർശകർക്കായി നൽകിയത് ഏറെ ശ്രദ്ധയാകർഷിച്ചു. മൂന്നിനം തൊടുകറി, ചക്ക പുളിശ്ശേരി, ചക്ക പായസം തുടങ്ങി സ്വാദിഷ്ടമായ എത്രയോ ചക്ക വിഭവങ്ങൾ സന്ദർശകരുടെ നാവിൽ കൊതി നിറച്ചു. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം, കേരള കാർഷിക സർവകലാശാല, തമിഴ്നാട് കാർഷിക സർവകലാശാല, നാഷണൽ ഫുഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ടെക്നോളജി, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം, സെൻട്രൽ ഫുഡ് ടെക്നോളജി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാക്കേജിംഗ്, കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം എന്നിവരും അവരവരുടെ സാങ്കേതിക വിദ്യാ നേട്ടങ്ങളുടെ പ്രദർശനവും ഒരുക്കിയിരുന്നു. കൃഷി വകുപ്പിന്റെ അധീനതയിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ കർഷകർക്കും പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും സംരംഭകർക്കും ഒരുപോലെ ആകർഷകവും വിജ്ഞാനപ്രദവുമായി മാറി. കഴക്കൂട്ടത്തെ ബയോടെക്നോളജി ആൻഡ് മോഡൽ ഫ്ലോറികൾച്ചർ ഉൽപ്പാദിപ്പിച്ച 50 കിലോ തൂക്കമുള്ള വാഴക്കുല, ഉദയം വാഴ, ഓർക്കിഡ്, ആന്തൂറിയം, ഹെലിക്കോണിയ തുടങ്ങിയ ടിഷ്യൂ കൾച്ചർ വഴി വികസിപ്പിച്ചെടുത്ത വർണ്ണ വൈവിധ്യമാർന്ന പൂക്കളും പലതരം പച്ചക്കറികൾ കൊണ്ട് തീർത്ത നിലവിളക്കും തെങ്ങിൻ മടലുകൾ, ചിരട്ടകൾ എന്നിവ കൊണ്ട് തീർത്ത ശില്പചാതുരിയും മേളയുടെ പ്രവേശന കവാടത്തിൽ സന്ദർശകർക്ക് സ്വാഗതമോദി. ശില്പശാലയിൽ ഉരുത്തിരിയുന്ന ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ കാർഷികോൽപ്പന്ന സംസ്കരണം, മൂല്യവർദ്ധനവ് എന്നിവയെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ നയരൂപീകരണത്തിന് തുടക്കമിട്ട് കഴിഞ്ഞു.
ജില്ലകൾ തോറും അഗ്രോ പാർക്കുകൾ സ്ഥാപിക്കുവാൻ പ്രത്യേക നിക്ഷേപ പദ്ധതി പ്രകാരം സംസ്ഥാന സർക്കാർ 500 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. കൂടാതെ യുവാക്കളെയും യുവ കർഷകരെയും ഈ രംഗത്തേക്ക് ആകർഷിച്ച് കൂടുതൽ തൊഴിലവസരങ്ങളും ഉറപ്പാക്കുവാൻ വേണ്ടി യുവ കർഷക സംരംഭക സംഗമവും സ്കൂൾ വിദ്യാർത്ഥികളിൽ കൃഷിയോടും പഴം പച്ചക്കറികളോടും താൽപ്പര്യം ജനിപ്പിക്കുവാനും പര്യാപ്തമായ നിലയിൽ വിവിധ കലാമത്സരങ്ങളും നടക്കുകയുണ്ടായി. മാലിന്യ സംസ്കരണം കേരളം അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ്. കാർഷിക ഗാർഹിക മേഖലയിലുണ്ടാകുന്ന ജൈവമാലിന്യങ്ങൾ വിവിധ മാർഗങ്ങൾ ഉപയോഗിച്ച് വളമാക്കി മാറ്റാൻ കഴിയും. എന്നാൽ അജൈവ മാലിന്യങ്ങളായ കുപ്പി, ടയർ, ടിൻ, ട്യൂബ്, തെർമോകോൾ, ബൾബ് എന്നിവയെ കാർഷിക മേഖലയിൽ പ്രയോജനപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണ് കൃഷി വകുപ്പിന്റെ വണ്ടിപ്പെരിയാർ പച്ചക്കറിത്തോട്ടത്തിലെ ജീവനക്കാർ. സീറോ വേസ്റ്റ് ഗാർഡൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ സംരംഭത്തിൽ പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച മനോഹരമായ പൂന്തോട്ടത്തിന് മികച്ച പ്രതികരണമാണ് സന്ദർശകരിൽ നിന്നുണ്ടായത്. എല്ലാ ജില്ലകളിലും അഗ്രോ പാർക്കുകൾ സ്ഥാപിക്കുക വഴി നാളികേരം, നെല്ല്, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, തേൻ എന്നിവയുടെ സംസ്കരണത്തിനും വേണ്ട സംവിധാനങ്ങൾ ഭാവിയിൽ ലഭ്യമാക്കും. നാളികേര അധിഷ്ഠിത കരകൗശല ഉൽപ്പന്നങ്ങളുമായി KUK മിത്രാനികേതൻ, വെള്ളരിവർഗ മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങളുമായി ആത്മ ആലപ്പുഴ, 7ാം ക്ലാസ്സുകാരി അമീഷയുടെ അക്വാപോണിക്സ് നെൽകൃഷി എന്നിവയും സന്ദർശകരെ ആകർഷിച്ചു. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കേന്ദ്ര കേര വികസന ബോർഡ്, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദഗ്ധർ കർഷകരുടെ വിവിധ സംശയങ്ങൾ ദൂരീകരിച്ചു കൊടുത്തു. സംസ്ഥാനത്തെ സംരംഭകർക്കും കൃഷിക്കാർക്കും കൃഷി വകുപ്പിന്റെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും സർവ്വ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തുവാൻ അവസരമുണ്ടാക്കുമെന്നുള്ള പ്രത്യാശയോടെ ഡിസംബർ 5 വൈഗ 2016 സമാപിച്ചു. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता।
നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുതിയ 2 ചുരക്ക ഇനങ്ങൾ വികസിപ്പിച്ചു. പോഷക സമ്പുഷ്ടമായ കൽപ്പ ബാർ ചോക്ലേറ്റ് വിപണിയിൽ. ചക്കയുടെ മൂല്യവർദ്ധനവിന് സാങ്കേതിക വിദ്യകൾ. വിശദമായ വാർത്തകളിലേക്ക്. ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഹോർട്ടികൾച്ചറൽ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് പുതിയ 2 ചുരക്ക ഇനങ്ങൾ അർക്ക പ്രസന്റ്, അർക്ക വിക്രം എന്നിവ വികസിപ്പിച്ചു. അർക്ക പ്രസന്റ് നട്ട് 42 മുതൽ 45 ദിവസങ്ങൾ കൊണ്ട് കായ്ക്കുന്നു. 1 ഹെക്ടറിൽ നിന്ന് 26 ടൺ വരെ വിളവെടുക്കാം. അർക്ക വിക്രം സങ്കര ചുരകയാണ്. 46 ദിവസം കൊണ്ട് കായ്ക്കുന്ന ഇവ 1 ഹെക്ടറിൽ നിന്ന് 34 ടൺ വരെ വിളവ് നൽകും. പാചക ഗുണത്തിൽ മെച്ചമായ ഈ 2 ഇനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 08023086100. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത സാമ്പത്തിക സഹായത്തോടെ മൃഗസംരക്ഷണ വകുപ്പ് നടപ്പിലാക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ അടുത്ത ഘട്ടം കേരളത്തിലെ 14 ജില്ലകളിലും ഇന്ന് തുടക്കം കുറിച്ചു. മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ക്വാഡുകളായി കർഷകരുടെ വീടുകൾ സന്ദർശിച്ചും ക്യാമ്പുകൾ സംഘടിപ്പിച്ചും പശു, എരുമ, പന്നി എന്നിവയെ പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തുന്നതാണ്. ഉരുക്കളെ കുത്തിവയ്ക്കുന്നതിന് സൗജന്യ നിരക്കായ 5 രൂപ നൽകണം. വിശദമായ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ ഇനി പറയുന്നു: 047125565151. കാസർഗോഡുള്ള കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കോംകോയുമായി ചേർന്ന് കൽപ്പ ബാർ ചോക്ലേറ്റ് വികസിപ്പിച്ചു. നീലയിൽ നിന്നുണ്ടാക്കുന്ന നാളികേര പഞ്ചസാരയും കൊക്കോയും ചേർത്താണ് കൽപ്പ ബാർ ഉണ്ടാക്കുന്നത്. അമിനോ ആസിഡുകൾ, സോഡിയം, പൊട്ടാസ്യം, ഇരുമ്പ്, സിങ്ക്, വിറ്റാമിൻ ബി, സി, ഇ എന്നിവയാൽ സമ്പുഷ്ടമാണ് ഈ ചോക്ലേറ്റ്. 30 ഗ്രാം പാക്കറ്റിലുള്ള ബാർ ചോക്ലേറ്റ് കൂടാതെ 200 ഗ്രാം പെറ്റ് ജാറുകളിൽ നിറച്ച കൽപ്പ ഡ്രിങ്ക് ചോക്ലേറ്റും തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമാണ്. നെടിയ കുറിയ സങ്കര ഇനം തെങ്ങിൻ തൈകൾ കോതമംഗലത്തിനടുത്തുള്ള നേര്യമംഗലം നാളികേര വികസന ബോർഡിന്റെ ഫാമിൽ വിൽപ്പനയ്ക്ക് തയ്യാറാണ്. താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 04842554 ചക്കയുടെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള മൂല്യവർദ്ധനവിനുള്ള 1 ഡസനോളം സാങ്കേതിക വിദ്യകൾ പത്തനംതിട്ട ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രം ജനപങ്കാളിത്തത്തോടെ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. നിർജ്ജലീകരണം അഥവാ ഉണക്കി സൂക്ഷിക്കൽ ആണ് ഇതിൽ പ്രധാനപ്പെട്ട വിദ്യ. സംസ്ഥാന കൃഷി വകുപ്പിന്റെ സഹായത്തോടെ ചക്കയുടെ പ്രാഥമിക സംസ്കരണം കേന്ദ്ര നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം: 0469266294, മറ്റൊരു നമ്പർ 04692661 മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള വിതുര ജേഴ്സി ഫാമിൽ നിലവിൽ മുൻമൂലം ചെയ്യേണ്ടതായ ഉൽപാദനശേഷി കുറഞ്ഞ ഉരുക്കളെ ഈ മാസം 20-21 തീയതികളിൽ പകൽ 12 മണിക്ക് വിതുര ജേഴ്സി ഫാമിൽ വെച്ച് പരസ്യമായി ലേലം ചെയ്യുന്നതാണ്. ലേലത്തിൽ കൊട്ടേഷനുകളും സ്വീകരിക്കുന്നു. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊച്ചിയിൽ 11,000 രൂപ, കോഴിക്കോട് 12,000 രൂപ, തൃശൂർ 10,900 രൂപ. കൊപ്ര കൊച്ചി 7,390 രൂപ, കോഴിക്കോട് 7,600 രൂപ, തൃശൂർ 7,390 രൂപ. കുരുമുളക് അൺഗാബിൾഡ് 68,000 രൂപ, ഗാബിൾഡ് 71,000 രൂപ. ചുക്ക് മീഡിയം 13,500 രൂപ, ബെസ്റ്റ് 14,500 രൂപ. മഞ്ഞൾ സേലം 9,500 രൂപ, ഈറോഡ് 10,000 രൂപ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 13,200 രൂപ, RSS 4ാം ഗ്രേഡ് 13,800 രൂപ. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 13,200 രൂപ, RSS 4ാം ഗ്രേഡ് 13,800 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ വെളിച്ചെണ്ണ ക്വിന്റലിന് 11,000 രൂപ, കൊപ്ര 7,390 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,000 രൂപ, റോട്ടറി 2,300 രൂപ. കുരുമുളക് അൺഗാബിൾഡ് 68,000 രൂപ, ഗാബിൾഡ് 71,000 രൂപ. ചുക്ക് മീഡിയം 13,500 രൂപ, ബെസ്റ്റ് 14,500 രൂപ. മഞ്ഞൾ നാടൻ 11,500 രൂപ. അടയ്ക്ക പുതിയത് 17,000 രൂപ മുതൽ 18,000 രൂപ വരെ.
ജാതിക തൊണ്ടൻ കിലോഗ്രാമിന് 225 രൂപ മുതൽ 245 രൂപ വരെ. ജാതിക തൊണ്ടില്ലാത്തത് 425 രൂപ മുതൽ 450 രൂപ വരെ. ജാതിപത്രി 500 രൂപ മുതൽ 875 രൂപ വരെ. ഗ്രാമ്പു 795 രൂപ. റബ്ബർ RSS 5 ഗ്രേഡ് 13,200 രൂപ. RSS 4 ഗ്രേഡ് 13,800 രൂപ. ഒട്ടുപാൽ 9,500 രൂപ. ലാറ്റക്സ് 8,500 രൂപ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 34.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23. കോഴിക്കോട് 34.2, 24.5. കൊച്ചി 33.6, 22.4. ആലപ്പുഴ 33.8, 23.2. പുനലൂർ 35, 20. തിരുവനന്തപുരം 33.9, 23.1 ഡിഗ്രി സെൽഷ്യസ്. പൂർണ്ണമാകുന്നു. നമസ്കാരം.